നമ്മുടെ മലയാളീകരിച്ചിട്ട് മാങ്ങയും തേങ്ങയും വെച്ചിട്ടുള്ള സാലാഡ് ഉണ്ട്. അതുപോലെ പയർ മുളപ്പിച്ചിട്ട് അത് കുറച്ച് ഹെൽത്തി കൂടിയാണ്. പയർ മുളപ്പിച്ചിട്ട് അത് വെച്ചൊരു സാലാഡ് ഉണ്ട്. സലാഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ കിട്ടുന്ന സാലാഡ്സ് ഉണ്ട്. അതായത് ഇന്റർനാഷണൽ സാലാഡ് നമ്മൾ വേൾഡിൽ എവിടെ ചെന്നാലും കിട്ടും. നമ്മൾ കേരളത്തിൽ വന്നാലും ശരി, ആന്ധ്രയിൽ പോയാലും ശരി, ബോംബെയിൽ ചെന്നാലും ശരി, അതുപോലെ ഇന്ത്യയുടെ ഏത് ഭാഗത്തും അത് നല്ല ഒരു ക്ലാസിഫൈഡ് ആയിട്ട് ഹോട്ടലിലോ റെസ്റ്റോറന്റിൽ ചെന്ന് കഴിഞ്ഞാൽ മെയിനായിട്ട് ലെറ്റ്യൂസ് ആണ്. എല്ലാത്തിലും ലെറ്റ്യൂസ് ഉണ്ടാവും, പിന്നെ അതിൽ കുക്കുംബർ ഉണ്ടാവും, ടൊമാറ്റോ ഉണ്ടാവും, പല അപ്പോൾ നോർമൽ എന്ന് പറയുന്നത് നമ്മുടെ സീസർ സലാഡ്, ഗ്രീക്ക് സലാഡ് നിച്ചോസ്, അങ്ങനെ അത് കോമൺ ആയിട്ട് കുറച്ച് സാലാഡ് നമ്മൾ വേൾഡിൽ എവിടെ ചെന്നാലും കിട്ടും. നോർത്ത് ഇന്ത്യയിൽ കുറച്ച് ചാറ്റും കാര്യങ്ങളെല്ലാം സാലഡിന്റെ ഇതിൽ വരുന്നുണ്ട്. പക്ഷെ മലയാളികൾ നമ്മൾ അത്രക്ക് സാലഡിൽ താല്പര്യം അതിനുള്ള ശ്രദ്ധയില്ല. കാരണം മാറി വരുന്നുണ്ട്. സത്യം, കൂടുതൽ ആൾക്കാർ എന്റെ ഫ്രണ്ട് ഇപ്പൊ കൂടുതലോ ഒരു ഡിന്നറെല്ലാം കഴിഞ്ഞ് 70% സാലഡാണ് കഴിക്കുന്നത്. ബാക്കി 30% കാർബോഹൈഡ്രേറ്റോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോട്ടീൻ എന്തെങ്കിലും കഴിക്കുള്ളൂ. അപ്പോൾ ആ സാലഡിൽ നമുക്ക് വെറൈറ്റീസ് കുറവാണ്. നമുക്ക് ആകെ അറിയാവുന്ന സാലഡ് ഗ്രീൻ സലാഡ് ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുച്ചുംബർന്ന് മറ്റേ കട്ട്ലറ്റിനൊപ്പം കൊടുക്കുന്ന ടൊമാറ്റോയും ഒനിയനും കുക്കുംബർ ഇട്ടിട്ടോ ഇച്ചിരി വിനെഗർ വെച്ചിട്ടുള്ള സാലഡ്. അങ്ങനെ വളരെ കുറവാണ് നമുക്ക് സാലഡിന്റെ വെറൈറ്റി.